നമസ്കാരം. കഴിഞ്ഞ മാർച്ചിൽ വിമാനത്തിനുള്ളിൽ നടന്ന ഒരു പീഡന സംഭവത്തിൽ ഇന്ത്യക്കാരന് സ്വിറ്റ്സർലൻഡിൽ തടവ് ശിക്ഷ ലഭിച്ചു. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് സംഭവം നടന്നത്. മുംബൈയിൽ നിന്ന് സൂറച്ചിലേക്ക് പറക്കുകയായിരുന്ന സ്വിസ് എയർലൈൻസിൻ്റെ വിമാനത്തിലാണ് ഈ സംഭവം നടന്നത്. 44-കാരനായ ഇയാൾ വിവാഹിതനാണ്. 15 വയസ്സുള്ള കുട്ടിയോടാണ് ഇയാൾ ലൈംഗിക അതിക്രമം കാണിച്ചത്. ഈ കുട്ടിയുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഇയാൾ ആദ്യഘട്ടങ്ങളിൽ തന്നെ കുട്ടിയുമായി ദീർഘനേരം സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് ഈ കുട്ടി ഉറക്കത്തിലേക്ക് വീണു എന്ന് മനസ്സിലായപ്പോഴാണ് ഇയാൾ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചത്. പീഡിപ്പിക്കുന്നതിന് മുമ്പായി ഇയാൾ കുട്ടി ഉറങ്ങുകയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതായും ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. തുടർന്നാണ് ഇയാൾ വളരെ ക്രൂരമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറിയത്. എന്നാൽ പെട്ടെന്ന് ഞെട്ടിയുണർന്ന കുട്ടി ആകെ പരിഭ്രാന്തയാവുകയും വിമാന ജോലിക്കാരെ വിവരം അറിയിക്കുകയും പിന്നീട് വിമാനം സൂറച്ചിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഇയാൾ പറഞ്ഞത് താൻ ലൈംഗിക അതിക്രമം നടത്തുന്ന സമയത്ത് കുട്ടി അതിന് അനുമതി നൽകിയിരുന്നില്ല എന്നാണ്. കുട്ടിയുടെ പ്രായം എത്രയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് ഇയാൾ കോടതിയിൽ വിശദീകരണം നൽകിയത്. എന്നാൽ കോടതിയാകട്ടെ ഇയാൾ കാണിച്ചത് വളരെ ക്രൂരമായൊരു പ്രവൃത്തിയാണ് എന്ന് തന്നെ നിരീക്ഷിക്കുകയും ഇയാൾക്ക് 1.5 വർഷം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അടുത്ത 5 വർഷത്തേക്ക് ഇയാൾക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ തന്നെ ഇയാൾ ജയിലിൽ കഴിയുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇനി ഇയാളെ ജയിലിടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നാട് കടത്താനാണ് കോടതി ഉത്തരവിട്ടത്. അതായത് ഇനി അടുത്ത 5 വർഷത്തേക്ക് ഇയാൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഒരു കാര്യത്തിനും വ്യക്തിപര കാര്യങ്ങൾക്കൊന്നും തന്നെ ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ കഴിയുകയില്ല. ഏതായാലും വിമാന കമ്പനി പറയുന്നത് തങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നാണ്. നിയമപരമായി ചെയ്യേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനയാത്രയിൽ കുട്ടിയുടെ രക്ഷിതാക്കളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ മറ്റൊരു സീറ്റിലാണ് ഇരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർ ഇയാൾ നടത്തിയ ഈ അതിക്രമം കാണാതെ പോയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വിമാനയാത്രക്കാർക്ക് ഇതൊക്കെ ഒരു പാഠമായി മാറണം എന്നാണ് വ്യോമയാന മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിമാനയാത്രയിലുടനീളം നമ്മൾ പാലിക്കേണ്ട മര്യാദ ഈ ഇന്ത്യക്കാരനായ ഈ ബിസിനസ്സുകാരൻ പാലിച്ചില്ല എന്നാണ് അവരുടെ കുറ്റപ്പെടുത്തൽ. തൻ്റെ മകളാവാൻ പ്രായമുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇയാൾ ഈ ഒരു ലൈംഗിക അതിക്രമം കാണിച്ചത് എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു കുറ്റമായിട്ട് തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സ്വിറ്റ്സർലൻഡിലെ കോടതിയും ഇയാൾക്ക് കടുത്ത ശിക്ഷ വിധിച്ചത്. ഏതായാലും ഇയാളൊരു ബിസിനസ്സുകാരനാണ് എങ്കിൽ സ്വിറ്റ്സർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇനി അങ്ങോട്ട് അടുത്ത 5 വർഷം ഇയാൾക്ക് നേരിട്ട് വന്ന് ഒരു ബിസിനസ്സും നടത്താനോ അവരുമായി എന്തെങ്കിലും ധാരണയിലെത്താനോ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഇയാൾ ഒരുപക്ഷെ സ്വിറ്റ്സർലൻഡ് അധികൃതരുടെ കർശന നിരീക്ഷണത്തിലായിരിക്കാനും സാധ്യതയുണ്ട്. ഈ കേസിലെ കുറ്റക്കാരൻ ഇന്ത്യൻ വംശജനാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യ സർക്കാരും വളരെ ഗൗരവത്തോടുകൂടി തന്നെയായിരിക്കാം നോക്കിക്കാണുന്നത്. ഇയാളുടെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് പിന്നീട് ഒരുപക്ഷെ നമുക്ക് ലഭ്യമാകുമായിരിക്കും. എന്നാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നാൽ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയായിരിക്കും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരും നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതും ഉറപ്പാണ്. കഴിഞ്ഞ കുറേ നാളുകളായി വിമാനയാത്രയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത് ലോകത്തെ എല്ലാ വിമാന കമ്പനികളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല വിദേശ രാജ്യങ്ങളിലും വിമാനത്തിലെ യാത്രക്കാർ തമ്മിൽ സംഘർഷമുണ്ടായതും വിമാനത്തിനുള്ളിൽ ബഹളം വെച്ചതുമൊക്കെ തന്നെ വലിയ തോതിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. വിമാനയാത്രയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ ഇവർ പാലിക്കാറില്ല എന്നും സുരക്ഷയ്ക്ക് വലിയ തോതിലുള്ള ഭീഷണിയാണ് ഇത്തരക്കാർ ഉയർത്തുന്നത് എന്നും വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും വിമാനത്തിനുള്ളിൽ ഇത്തരത്തിൽ പീഡനം നടന്നു എന്നുള്ളത് സ്വിറ്റ്സർലൻഡിനെ പോലെയുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമാന കമ്പനികളെ സംബന്ധിച്ച് വലിയൊരു അപമാനമായിട്ടാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് ആ രാജ്യം ഇത്രയും കർശനമായ ശിക്ഷ വിധിച്ചത്.